സഹോദരിമാരെ, നിങ്ങൾ അലങ്കരിക്കേണ്ടത് തലമുടി പിന്നിയിട്ടോ പൊന്നണിഞ്ഞിട്ടോ വസ്ത്രം ധരിച്ചിട്ടോ അല്ല. തലമുടി പിന്നാൻ പാടില്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പാടില്ല. പിന്നെ പൊന്ന് അണിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ വസ്ത്രവും ധരിക്കരുതെന്ന് പറയാത്ത എന്താ? ഇവിടെ അതും കൂടെ ഉണ്ടല്ലോ. ചില ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ വസ്ത്രവും ധരിക്കാൻ പാടില്ലല്ലോ. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ലക്ഷറി ആയിട്ടുള്ള, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ന്യായമായിട്ടുള്ളത് നമുക്ക് ധരിക്കാം. പക്ഷേ ലക്ഷറി ആയിട്ടുള്ള വസ്ത്രം ദൈവ കുഞ്ഞുങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾ പറയും, കേരളത്തിൽ കുറേ ഉപദേശിമാരുണ്ട്, ഇവർക്ക് വെള്ളം ഇട്ടാൽ സ്വർഗത്തിൽ. നോ, അങ്ങനെ ഒരു ഉപദേശിമാരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചുവന്നുടുപ്പിട്ടുണ്ടോ കറുത്തുടുപ്പിട്ടുണ്ടോ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുവെന്നോ നരകത്തിൽ പോകുന്നൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. ഈ പുള്ളി ഭയങ്കര വിമർശനമാണെന്നൊക്കെ എന്നെക്കുറിച്ച് പരാതികളുണ്ട്. എന്തിനാ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ, പാസ്റ്റർ കാര്യം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ എന്നോട് കാണിച്ചത് ഓർത്താലുണ്ടല്ലോ. നമ്മളാരാ മോനെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ കാണിച്ചത് എന്തെല്ലാം ആണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇതുപോലെ ചില അച്ചായന്മാരുണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു ഐറ്റം ഉണ്ട്. എന്തെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഈ 1 മണിക്ക് സഭായോഗം തീരണമല്ലോ. അപ്പം ഈ 1-ന് 5 മിനിറ്റ് ഉള്ളപ്പം എന്ത് ചെയ്യുന്നറിയോ? ബൈബിൾ എടുത്ത് സിബ് വലിച്ചങ്ങിടും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രോക്കർമാരുടെ കഷത്തിരിക്കുന്ന കറുത്ത ബാഗ് അതിൻ്റെ അകത്തോട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ സിബും പിടിച്ച് ഇടും. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതിനകത്തോട്ട് ഇത് കയറ്റി കിലുകിലാന്ന് ഇങ്ങനെ മടക്കി, കിലുകിലാത്ത് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് ക്ലോക്കിലോട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സമയമായുടെ ഉപദേശി. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവർ 2 സോക്സ് ഇട്ടുകൊണ്ട് അതിൻ്റെ പുറത്ത് ഷൂ ഇട്ടുകൊണ്ടാണ് ചർച്ചിൻ്റെ അകത്ത്. കാരണം അവിടുത്തെ ക്ലൈമറ്റും സാഹചര്യം അങ്ങനെ വിറച്ചിരിക്കുക, കയറി വരാതെ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം അവരോട് കോപിക്കുകയോ അവരെ അടിക്കുകയൊന്നുമില്ല, ഓരോ സാഹചര്യം അനുസരിച്ച്. പക്ഷേ മാന്യമായിരിക്കണം, യോഗ്യമായിരിക്കണം. പെന്തിക്കോസുകാർ ചെയ്താൽ തെറ്റ് ശരിയാവോ? ഇല്ല. തെറ്റ് ആര് ചെയ്താലും എന്താണ്? തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ഈ പെന്തക്കോസുകാരുടെ ഒരു മനോഭാവം എന്തെന്നറിയാമോ? ഈ ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം വരെ ദൈവമക്കൾക്ക് ആധാരം. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ആ കാഴ്ചപ്പാടൊക്കെ മാറിയിട്ട് നമ്മൾ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് എന്താണെന്നറിയോ? എല്ലാ ചർച്ചിലും ഇതിപ്പോൾ എല്ലാ ചർച്ചിലും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്കെന്താ? ഇപ്പോൾ ആരാധന കഴിഞ്ഞ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞ് വാതിൽ തുറന്ന് ഈ മഹാരാജ്യത്തേക്ക് പുറത്തേക്ക് നോക്കിയാൽ വിവിധ തരം കാഴ്ചകൾ കാണാം നമുക്ക്. അങ്ങനെ ലോകത്തിൽ കാണുന്ന എല്ലാ കാഴ്ചയും ദൈവമക്കൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോകത്തിൽ എല്ലാവരും നടക്കുന്ന പോലെ ദൈവമക്കൾക്ക് നടക്കാൻ പറ്റില്ല. ലോകത്തിൽ എല്ലാവരും ധരിച്ചിരിക്കുന്ന പോലെ ഡ്രസ്സ് ദൈവ കുഞ്ഞുങ്ങൾക്ക് ധരിക്കാൻ പറ്റില്ല. ലോകത്തിൽ എല്ലാവരും സംസാരിക്കുന്ന ഡയലോഗുകൾ ദൈവ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുക എന്ന് പറയാണ്. സ്തോത്രം. നമ്മൾ പഠിക്കുന്നിടത്ത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിന് നമ്മൾ ദൈവ കുഞ്ഞുങ്ങൾ ചെവി വട്ടം പിടിക്കേണ്ട, അവിടെ നിന്ന് മാറിപ്പോവുക. ദൈവഹിതമല്ലാത്ത കാഴ്ചകൾ കാണുന്നു, മൊബൈൽ എടുത്ത് വെച്ച് ഞെക്കുന്നു, നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവുക. നമ്മൾ അവരെ തിരുത്താൻ നിൽക്കേണ്ട, നമ്മൾ മാറിപ്പോവുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഓടി രക്ഷപ്പെടുക. ദൈവ കുഞ്ഞുങ്ങൾക്ക് അതേ മാർഗമുള്ളൂ. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ, ലോകം ചെയ്യുന്നത് പോലെ, ലോകം നടക്കുന്ന പോലെ ദൈവമക്കൾക്ക് നടക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എന്താ ലോകത്തിലോട്ട് തുറന്നു നോക്കിയാൽ ആളുകൾ ഏതെല്ലാം രീതിയിലാണ് നടക്കുന്നത്. തലയും കുത്തി നടക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാം, തലയും പാലും ഇല്ലാതെ നടക്കുന്ന കാണാം, തുണി ഉടുത്തുകൊണ്ട് നടക്കുന്നതിനെ കാണാം, തുണി ഉടുത്തിട്ടും ഉടുക്കാത്ത പോലെ നടക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നടക്കുക. ഇതെല്ലാം കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ. ഇപ്പോൾ ഈ പെന്തക്കോസുകാരുടെ ഒരു മനോഭാവം എന്തെന്നറിയാമോ? ഈ ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം വരെ ദൈവമക്കൾക്ക് ആധാരം. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ആ കാഴ്ചപ്പാടൊക്കെ മാറിയിട്ട് നമ്മൾ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് എന്താണെന്നറിയോ? എല്ലാ ചർച്ചിലും ഇതിപ്പോൾ എല്ലാ ചർച്ചിലും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്കെന്താ? അപ്പോൾ ബൈബിൾ എന്നുള്ളതങ്ങ് മാറി. എല്ലാ ചർച്ചും ചെയ്താൽ തെറ്റ് ശരിയാവോ? ദൈവമക്കളെ, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ദൈവവചനത്തിൽ ഉപദേശം കിടക്കുമ്പോൾ നാളെ പെന്തിക്കോസുകാർ 90% പേരും അങ്ങ് കുടിക്കാൻ തുടങ്ങി. 90% പേരും കുടിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും കുടിക്കാമെന്നാണോ ഉപദേശം? മാറുമോ? പെന്തിക്കോസുകാർ ചെയ്താൽ തെറ്റ് ശരിയാവോ? ഇല്ല. തെറ്റ് ആര് ചെയ്താലും എന്താണ്? തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് മറ്റു ചർച്ചുകൾ എന്ത് ചെയ്യുന്നു? ഈ പാസ്റ്റർക്ക് മാത്രമേ ഇത്ര കടുംപിടുത്തമുള്ളൂ, അപ്പുറത്തോട്ട് ഇറങ്ങിയ എത്രയോ ചർച്ചകൾ ഇവിടെ ഉണ്ട്, അവരാരും സ്വർഗത്തിൽ പോത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. അവരല്ല പ്രമാണം.
വേദപുസ്തകമാണ് പ്രമാണം. അപ്പുറത്തെ ചർച്ച എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തെ ചർച്ച എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയല്ല പ്രമാണം. ഒരു പാസ്റ്റർ ഒരിക്കൽ ഒരു സഹോദരിയോട് പറഞ്ഞു, സഹോദരി ആരാധനയ്ക്ക് വരുമ്പോൾ മാന്യമായി ഡ്രസ്സ് ധരിച്ച് എന്ത് ചെയ്യണം, ആരാധനയ്ക്ക് വരണം. അപ്പം സഹോദരിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് അടുത്ത ആഴ്ച തൊട്ട് അപ്പുറത്തോട്ട് വേറൊരു ചർച്ച ഉണ്ട് അപ്പുറത്ത്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ പുള്ളി എന്തിട്ടാലും വേണ്ടില്ല, ഇട്ടില്ലേലും വേണ്ടില്ല, ഇങ്ങ് വന്നോന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കൂടാരം കെട്ടി അപ്പുറത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്ന ആളുകൾ ഇടത്തും വലത്തും ഇരിപ്പുണ്ട്. പക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രമാണം വേദപുസ്തകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ. അവിടെ ഷമീറിൻ്റെ വാക്കോ ജോബി പാസ്റ്റർ വാക്കോ അല്ല അവസാനത്തെ വാക്ക്, വേദപുസ്തകമാണ് അവസാനത്തെ വാക്ക്. ഷമീർ പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് ഇതിങ്ങനെ, നോ, നെവർ. ഈ ലോകത്തിൽ എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും നമുക്ക് തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള അവസാനത്തെ വാക്ക് വിശുദ്ധ വേദപുസ്തകമാണ്. അതിൽ നിന്നാണ് കൺഫർമേഷൻ ലഭിക്കേണ്ടത്. അപ്പം വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇനിയിപ്പോൾ എന്താ ഏതാന്ന്. ബൈബിൾ എന്താ പറയുന്നത് നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. 1 പത്രോസ് 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല അല്ല. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ സഹോദരിമാരെ, നിങ്ങൾ അലങ്കരിക്കേണ്ടത് തലമുടി പിന്നിയിട്ടോ പൊന്നണിഞ്ഞിട്ടോ വസ്ത്രം ധരിച്ചിട്ടോ അല്ല. അപ്പം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരിക. പക്ഷേ അപ്പോൾ തലമുടി പിന്നരുത്. ഈ തലമുടി പിന്നെന്ന് പറയുമ്പോൾ മലയാളി ഉടനെ പോകുന്നത് നാട്ടിൽ പണ്ട് കുളിച്ചിട്ട് കുളിപ്പിന്നൽ പിന്നിയ മുടി പിന്നുന്ന രീതിയിൽ, അയ്യോ അതൊന്നും തെറ്റാണോന്നാ. അതല്ല. വേദപുസ്തകം യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ കാലത്ത് തലമുടി പിന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഈ മുടി ഒരു 5, 6, 8, 10 എടുത്ത് ഇങ്ങനെ പിന്നി ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ മുത്തുകൾ കയറ്റി കൊരുത്ത് ഇങ്ങനെ ഇപ്പോഴും നമുക്ക് കാണാം. ഗൂഗിളിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ പിരുത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാം. ഒരു പ്രത്യേക തരത്തിൽ വികൃതമാക്കി ഇടുന്നതിനെയാണ് തലമുടി പിന്നുക എന്ന് പറഞ്ഞാൽ. അല്ല നമ്മൾ സഹോദരിമാർ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ അപ്പുറം ഇപ്പുറം പിന്നിട്ട് റിബണും കെട്ടിവെച്ച് പോകുന്നതിനെ അല്ല ഈ എഴുതിയേക്കുന്നത്. അപ്പം വികൃതമായിട്ടുള്ള നിലയിൽ മുടി പിന്നുക. അപ്പം തലമുടി പിന്നുന്നു. അടുത്തത് എന്താണ്? പൊന്നണിയുന്നു. അടുത്തത് വസ്ത്രം ധരിക്കുന്നത്. ഇങ്ങനെ പുറമേ ഉള്ളതല്ല എന്ന് വേദപുസ്തകം പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കണം. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ നിങ്ങളൊക്കെ ഉപദേശിമാർ ഈ വാക്യം എടുത്തിട്ട് തലമുടി പിന്നാൻ പാടില്ല എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പാടില്ല, പിന്നെ പൊന്ന് അണിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ വസ്ത്രവും ധരിക്കരുതെന്ന് പറയാത്ത എന്താ? ഇവിടെ അതും കൂടെ ഉണ്ടല്ലോ. ചില ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ വസ്ത്രവും ധരിക്കാൻ പാടില്ലല്ലോ. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ക്ലാരിറ്റി കണ്ടെത്തുക? അതിനെവിടെയാണ് നമുക്കൊരു മറുപടി കണ്ടെത്തുക? ബൈബിളിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അല്ല പുറത്തുനിന്ന് ഒരാളുടെ ഉപദേശം സ്വീകരിച്ചിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ബൈബിളിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണവാക്യം കണ്ടെത്തണം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക്. 1 തിമോത്തിയോസ് 2:9. നമുക്കതിൻ്റെ ഇണവാക്യത്തിലേക്ക് വരാം. അവനും സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അടുത്തത് പിന്നിയ തലമുടി പൊന്ന് മുത്ത്. ഇവിടെ മറ്റേ അപ്പുറത്ത് ചേർക്കാത്ത ഒരു സാധനം കൂടി ഇവിടെ ചേർത്തു. എന്താ? മുത്ത്. ഈ തലമുടിക്കകത്ത് മുത്ത് കയറ്റി വെക്കുന്ന പരിപാടി, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. അപ്പൊ മുത്ത്. അടുത്തത് വിലയേറിയ വസ്ത്രം. അപ്പൊ വസ്ത്രത്തിനൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടി. എന്താ? വസ്ത്രം ധരിക്കരുത് എന്നല്ല, ലക്ഷറി ആയിട്ടുള്ള വസ്ത്രം ധരിക്കരുത് എന്നാണ്. ലക്ഷറി ആയിട്ടുള്ള, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ന്യായമായിട്ടുള്ളത് നമുക്ക് ധരിക്കാം. പക്ഷേ ലക്ഷറി ആയിട്ടുള്ള വസ്ത്രം ദൈവ കുഞ്ഞുങ്ങൾ ധരിക്കരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ദൈവസഭയ്ക്കകത്തൊരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അല്ല, ഒരു നല്ല ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നരകത്തിൽ പോകുന്നൊന്നും അല്ല ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സഭയിൽ വരുന്ന ആളുകൾ മിക്സഡ് ആയിട്ടുള്ള ആളുകൾ. ആ കാലത്ത്, ഇന്നത്തെ കാലത്തെ പോലെ അല്ല സഭായോഗങ്ങൾ കൂടി വന്നിരുന്നത്. സാധുക്കളായ ആളുകൾ ചിലപ്പോൾ അവിടെ ഇവിടെയോ ചിലപ്പോൾ കീറി തുന്നി വെച്ചിരിക്കുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നൊരു സഹോദരി ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് പളവള മിന്നുന്ന വട്ടു കൊടുത്തുകൊണ്ട് ഒരു സഹോദരി വന്ന് ആരാധനയ്ക്ക് ഇരുന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയും മറ്റുള്ളവരുടെ ചിന്തയും എപ്പോഴും ഇങ്ങോട്ട് നോക്കും. ദൈവമേ, ഞാൻ എന്നാണോ ഇങ്ങനെ ഒരെണ്ണം ഇടാൻ പറ്റുക എന്ന് ചിന്തിക്കും. നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം
ഇരിക്കും. അപ്പോൾ ആരാധനയുടെ ഏകാഗ്രത നഷ്ടപ്പെടും. അപ്പോൾ സഭയ്ക്കകത്തൊരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ചിന്ത ആദിമ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ കയറിയപ്പോൾ, ഇതിൻ്റെ മർമ്മം അവർക്ക് മനസ്സിലായപ്പോൾ, അവർ സഭയിൽ ഒരു നിയമം വെച്ചു. സഭായോഗത്തിന് വരുമ്പോൾ എല്ലാവരും വെള്ള ധരിക്കണമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾ പറയും, ഓ, കേരളത്തിൽ കുറേ ഉപദേശിമാരുണ്ട്, ഇവർക്ക് വെള്ളം ഇട്ടാൽ സ്വർഗത്തിൽ. നോ, അങ്ങനെ ഒരു ഉപദേശിമാരും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചുവന്നുടുപ്പിട്ടുണ്ടോ കറുത്തുടുപ്പിട്ടുണ്ടോ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുമെന്നോ നരകത്തിൽ പോകുന്നൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാ സഭായോഗത്തിന് വരുമ്പോൾ എല്ലാവരും വെള്ള ധരിക്കാൻ പറഞ്ഞത്? ഒരു ഈക്വലായിട്ട് എല്ലാവർക്കും 1500 രൂപയുടെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നവന് 150 രൂപയ്ക്ക് ഫുട്പാത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇട്ട വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നവന് ഒരുമിച്ചിരുന്ന് ആരാധിക്കും. രണ്ടും വെള്ളയാണ്. ആർക്കും ആരെയും നോക്കി അളവിടാനോ വില എടുക്കാനോ ഒന്നും നേരമില്ല. ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് കടന്നു പോവുക. അവിടെ മറ്റൊരുത്തിന് ഒരു ഭാരം ഉണ്ടാകാതിരിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ് കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ മാംസം കഴിക്കുന്നത് എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തുന്നെങ്കിൽ ഞാൻ മാംസം എന്ത് ചെയ്യുന്നില്ല. നമ്മളെ കാണുമായിരുന്നെങ്കിലോ, പിന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് എനിക്ക് കഴിക്കണ്ടേ, നീ വേറെ വല്ല ചർച്ചിലും പോടാ എന്ന് പറഞ്ഞേനെ അല്ലേ? എടാ, ഈ ഇങ്ങർക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് എനിക്ക് ചെയ്തൂടെ, നീ വേറെ വല്ല ചർച്ചിലും പോടാ, ഇവിടെ ഇത്ര ചർച്ചുണ്ട് എന്ന് നമ്മൾ പറയും, അടിയുണ്ടാക്കും. പക്ഷേ കൃപ അകത്തുള്ള പൗലോസ് പറയുന്നു, ഞാൻ കാരണം എൻ്റെ സഹോദരനൊരു ഇടർച്ച ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ എനിക്കിത് വേണ്ട. കാരണം 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ബ്രാഹ്മണീയ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മാംസം ബുദ്ധിമുട്ടാണ്. റോമാപൗരനായിരിക്കുന്ന പൗലോസ് മാംസം കഴിക്കുമ്പോൾ അടുത്തവൻ മൂക്ക് പൊത്തുന്നു, അവൻ ഇടർച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ കാരണം എൻ്റെ സഹോദരന് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കത് വേണ്ട എന്നൊരു ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നു, കൂട്ടു സഹോദരന് വേണ്ടി. ദൈവത്തിൻ്റെ ആത്മാവ് അതാ. അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും എനിക്ക് ഈ പുള്ളി ഭയങ്കര വിമർശനമാണെന്നൊക്കെ എന്നെക്കുറിച്ച് പരാതികളുണ്ട്. എന്തിനാണ് വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നാട്ടിൽ തന്നെ നമുക്കറിയാം, ഒരു കസേരയ്ക്ക് വേണ്ടി 2 പേര് തമ്മിലടിക്കുന്നു. എന്നിട്ട് ആ കസേര കിട്ടാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നു, അപവാദങ്ങൾ പറയുന്നു, ഊമക്ക തയ്ക്കുന്നു, എന്തെല്ലാം പരിപാടി ഒപ്പിക്കാവോ ഇതെല്ലാം ഒപ്പിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ പറയുക? നിങ്ങളിൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ ആത്മാവ് ഇതിലേതെങ്കിലും ഒരുത്തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ സ്വയം ത്യജിക്കാൻ തയ്യാറാകും. എനിക്കിത് വേണ്ട, ഇത് ആ സഹോദരന് കൊടുക്കുക എന്ന് പറയുന്നവൻ്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. അതില്ലാതെ കിടന്ന് അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്ന ഇവന്മാരെല്ലാം പിശാചാന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, നമുക്കിവരോട് ആരോടും വ്യക്തിപരമായ ഒരു പരാതിയോ പരിഭവോ പിണക്കോ ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. മറിച്ച് ദൈവവചനം, യേശുവിൻ്റെ ആത്മാവ് അകത്തുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു ത്യാഗത്തിൻ്റെ ആത്മാവായിരിക്കും, വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ആത്മാവായിരിക്കും. അല്ലാതെ പാസ്റ്റർ കാര്യം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ എന്നോട് കാണിച്ചത് ഓർത്താലുണ്ടല്ലോ, നമ്മൾ പറയുന്നതാ. പാസ്റ്റർ ശരിയാ, നമ്മൾ ദൈവമക്കളാ, ക്ഷമിക്കുക ഒക്കെ ശരിയാ, പാസ്റ്റർ പറയുന്നതല്ല ശരിയാ, പക്ഷെ അവൾ എൻ്റെ അടുത്ത് കാണിച്ചത്, നമ്മളിങ്ങനെയാ പറയുന്നത്. നമ്മൾ കാണിച്ചതൊക്കെ കർത്താവ് ഒന്ന് ഓർത്തെങ്കിലോ ഇവിടെ ഇരിക്കുമോ? നമ്മളാരാ മോനെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ കാണിച്ചത് എന്തെല്ലാം ആണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതെല്ലാം കർത്താവ് ഒന്ന് ഓർത്തെങ്കിലോ ദൈവമക്കളെ, നമ്മളിവിടെ ഇരിക്കുമോ? കർത്താവ് മറന്നു, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ട് കളഞ്ഞു. പണ്ട് സഭയിൽ ഒരു അച്ചായനുണ്ട്, ഈ പുള്ളി ഒരു പാസ്റ്റർ വന്ന് എന്തെല്ലാം ദൈവദാസന്മാർ പ്രസംഗിച്ചാലും ഈ പുള്ളി വാ തുറന്നൊരു സ്വോത്രം പറയത്തില്ല. പുള്ളി ഇങ്ങനെ റോബോട്ട് പോലെ കുറ്റി അടിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, സ്വോത്രം പറയത്തില്ല. ഒരു ദിവസം ഒരു പാസ്റ്റർ വന്നിട്ട് പിന്നെ അറബിക്കടലിന് സമുദ്രത്തിന് ഇത്രയധികം ആഴമുണ്ടെന്നൊരു ഏകദേശ കണക്ക് പറഞ്ഞപ്പോൾ പുള്ളിയെ പുറകിലിരുന്നുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ സഭയ്ക്ക് മൊത്തം അത്ഭുതമായി. ഈ അച്ചായൻ ആദ്യമായിട്ടാണ് വാ തുറന്ന് ഹല്ലേലൂയ പറയുന്നത്. ഇങ്ങനെ പ്രത്യേകതയുള്ള ചില അച്ചായന്മാരുണ്ട്, ഒരെണ്ണം പിന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞപ്പം പിള്ളേരെല്ലാം കൂടെ അത്ഭുതം. അത് എന്നാൽ ഈ അച്ചായൻ ഇന്ന് ഇത്ര അത്ഭുതം ഹല്ലേലൂയ പറഞ്ഞെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, സമുദ്രത്തിന് ഇത്ര ആഴമുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ പാവങ്ങളെ എൻ്റെ കർത്താവ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞല്ലോ എന്ന് ഓർത്തപ്പം അറിയാതെ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയെന്ന് പറഞ്ഞു. സത്യമാണ്. ഇനി ആരും തോണ്ടിയെടുത്തുകൊണ്ട് വരാൻ പറ്റാത്ത വണ്ണം ആഴങ്ങളിലേക്ക് ദൈവം നമ്മുടെ കുറവുകളെയും പാപങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞില്ലേ? അപ്പോൾ നമുക്കൊന്ന് ക്ഷമിക്കാമല്ലോ. എന്താ സംഭവിക്കും? ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. ഒന്ന് ക്ഷമിക്കാം, ഒന്ന് താന്നു കൊടുക്കാം. അതുകൊണ്ട് അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നന്മയേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇതുപോലെ ചില അച്ചായന്മാരുണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു ഐറ്റം ഉണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ ഈ 1 മണിക്ക് സഭായോഗം തീരണമല്ലോ. അപ്പം ഈ 1-ന് 5 മിനിറ്റ് ഉള്ളപ്പം എന്ത് ചെയ്യുമെന്നറിയോ?
ബൈബിൾ എടുത്ത് സിബ് വലിച്ചങ്ങിടും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രോക്കർമാരുടെ കഷത്തിരിക്കുന്ന കറുത്ത ബാഗ് അതിൻ്റെ അകത്തോട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ സിബും പിടിച്ച് ഇടും. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതിനകത്തോട്ട് ഇത് കയറ്റി കിലുകിലാന്ന് ഇങ്ങനെ മടക്കി, കിലുകിലാത്ത് ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് ക്ലോക്കിലോട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സമയമായോടെ ഉപദേശി. ഇതാ പരിപാടി. അങ്ങനെ ഒരു പുള്ളി ഉണ്ടായിരുന്നു സഭയിൽ. 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ബഹളിയാണ്. ഇതൊന്നും പറ്റത്തില്ല, ഇവിടെ എന്തോ സമയം ഇങ്ങനെ പോകുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളിയാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഈ പുള്ളി 1-5 മിനിറ്റ് ഉള്ളപ്പോൾ എല്ലാം മടക്കി കയറ്റി റബ്ബർ ബാൻഡ് ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പോൾ സഭാ പാസ്റ്റർ കാര്യം മനസ്സിലായി. പാസ്റ്റർ പറഞ്ഞു, സമയം അവസാനിച്ചല്ലോ, നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹബക്കൂക്കിൻ്റെ ലേഖനം ഇത്രാം അധ്യായം ഇപ്പം അച്ചായം വായിക്കുമെന്ന്. എൻ്റെ ദൈവമേ, പുള്ളി വായിക്കത്തില്ലെന്ന് പറയാൻ പറ്റൂ. പുള്ളി ഉടനെ റബ്ബറൊക്കെ വലിച്ചു പൊട്ടിച്ച് കവറെടുത്ത് ഇങ്ങനെ തുറന്ന് ബാഗ് തുറന്ന് അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് നോക്കിയിട്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അവസാനം ഇത് തുറന്ന് ഹബക്കൂക്ക് കപ്പുക, ഇതെവിടെ കിടക്കുക, തപ്പി കുഴഞ്ഞ് അവസാനം എടുത്ത് വായിച്ച്. അന്ന് മുതൽ പുള്ളി ആശീർവാദം പറയാതെ ബൈബിളിൻ്റെ സിബ് ഇടത്തില്ല. നല്ല മരുന്ന്, ആവശ്യമുള്ളെങ്കിൽ പ്രയോഗിച്ചോണം, ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്തോണം, പ്രയോഗിച്ചോ, നല്ല മരുന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോക്ക്, അപ്പോൾ എഴുതിയിരിക്കുകയാണ്, വിലയേറിയ വസ്ത്രം. ഒരാഡംബര ലെവലിലേക്ക് ദൈവ കുഞ്ഞുങ്ങൾ പോകരുതെന്നേ ഉള്ളൂ. അപ്പം വസ്ത്രം എങ്ങനെ ധരിക്കണം ഭാഷ, ഇനി ഏത് ഇടണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, ബൈബിളിൽ ഒറ്റ കാര്യമുള്ളൂ, യോഗ്യമായിരിക്കണം, മാന്യമായിരിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവർ 2 സോക്സ് ഇട്ടുകൊണ്ട് അതിൻ്റെ പുറത്ത് ഷൂ ഇട്ടുകൊണ്ടാണ് ചർച്ചിൻ്റെ അകത്ത്. കാരണം അവിടുത്തെ ക്ലൈമറ്റും സാഹചര്യം അങ്ങനെ വിറച്ചിരിക്കുക, കയറി വരാതെ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം അവരോട് കോപിക്കുകയോ അടിക്കുകയൊന്നുമില്ല, ഓരോ സാഹചര്യം അനുസരിച്ച്. പക്ഷേ മാന്യമായിരിക്കണം, യോഗ്യമായിരിക്കണം. എന്ത് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവസഭയിൽ ഇറങ്ങി വരുമ്പോൾ കർത്താവ് കണ്ണും പൊത്തി നിൽക്കാൻ ഇടയാകരുത്. മനസ്സിലായോ? മനസ്സിലായി. അത്രേ ഉള്ളൂ, മാന്യമായിരിക്കണം എന്ന് പറഞ്ഞു. കർത്താവ് കണ്ണും പൊത്തി നിൽക്കാൻ ഇടവരരുത്. അത്രേ ഉള്ളൂ, മാന്യമായ വസ്ത്രം ധരിക്കുക. നമ്മൾ എവിടെ പോകുന്നതെന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക. ഫുട്ബോൾ കളിച്ചിട്ട് നേരെ ഓടി വന്ന് പള്ളിക്കകത്ത് കയറി ഇരിക്കരുത്. ഫുട്ബോൾ കളിക്കുന്നത് പാപമല്ല, ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് കഴിഞ്ഞാൽ പോയി വസ്ത്രം മാറി, ഞാൻ ഇനി പോകുന്നത് ക്ലബിലല്ല, പബ്ബിലല്ല, ആലയത്തിലാണെന്ന ബോധ്യത്തോടെ വസ്ത്രം ധരിച്ച് ദൈവസന്നിധി വരണം. അല്ല ക്രിക്കറ്റും കളിച്ച് ഫുട്ബോളും കളിച്ച് ബർമുഡയും ടീഷർട്ട് ഇട്ടുകൊണ്ട് ഓടി കയറി വരാനുള്ള സ്ഥലമല്ല ദൈവസഭ. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ യോഗ്യമായ വസ്ത്രം ധരിച്ച്, ചൗവണ്ണം തന്നെ സ്ത്രീകളും പിന്നിയ തലമുടി, പൊന്ന്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ട് അല്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 2 കൊരിന്ത്യർ 13:1 വായിച്ചേ. 2 കൊരിന്ത്യർ 13:1. ഇങ്ങോട്ട് നോക്ക്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും. അപ്പം 2 സാക്ഷികളിലൂടെ ദൈവാത്മാവ് ഇടപെടുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെങ്കിൽ ഇവിടെ പൗലോസിലൂടെയും അപ്പുറത്ത് പത്രോസിലൂടെയും വ്യത്യസ്തരായ 2 പേരിലൂടെ പരിശുദ്ധാത്മാവ് ഒരേ ദൂത് പറഞ്ഞു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല.